ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളെന്നെ കാണുമ്പോൾ ഞാൻ സ്ഥലത്തില്ല, വേറൊരു സ്ഥലത്താണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വചനം സാഹചര്യം പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും വചനം പങ്കുവയ്ക്കുക അതിൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറിയതുകൊണ്ട് വചനം മുടക്കുകയില്ല. അങ്ങനെ മുടക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ പഠിച്ച വചനം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനമായിരുന്നു. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31:9. കണ്ണീരോടെയാണ് അവർ വരുന്നത്. ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരുറവുകളിലേക്ക് നയിക്കും. അവർക്ക് കാലിടറുകയില്ല. ഇതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വചനം. 20-ഉം 21-ഉം ചേർന്നാണ് പോകുന്നത്. വചനം ഇതാണ്: The letter of Saint Paul to the Ephesians, chapter 3, verse 20 and 21. വചനം ഇങ്ങനെയാണ് പറയുന്നത്: നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അങ്ങനെയാണ് വചനം പോകുന്നത്. അപ്പം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. Now to him who by the power at work within us is able to accomplish abundantly, far more than all we can ask or imagine, to him be glory in the church and in Jesus Christ to all generations forever and ever. Now to him who by the power at work within us to accomplish abundantly far more than all we can ask or imagine. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. അപ്പം നാം ചോദിക്കുന്നത്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ്. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്ന ആഗ്രഹങ്ങളും നമ്മുടെ യാചനകളും ഒക്കെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇതാണ് വചനം. ആ വചനത്തിൽ നാം വിശ്വസിക്കണം. അപ്പം നാം ചോദിക്കുന്നതിലും വളരെ കൂടുതൽ കർത്താവിന് നമുക്ക് ചെയ്തു തരാൻ കഴിവുണ്ട്. ആ വചനം നാം വിശ്വസിച്ച് ഏറ്റുപറയുക. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഇന്നത്തെ ദിവസമൊക്കെ കർത്താവെ, ഞാൻ ചോദിക്കുന്നതിൽ അധികമായി തരുന്ന ഒരു ദൈവമാണ് അങ്ങ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അങ്ങയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.